എനിക്കൊരു ഇന്ന് മൈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻ എനിക്ക് ബർമീസ് ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അയ്യോ അഡോണിറാം, അതെങ്ങനെ പോസിബിൾ ആവും? നമുക്കാണെങ്കിൽ ഭാഷ നന്നായി അറിയത്തേയില്ല. വർഷം 1788 അമേരിക്കയിലെ മണ്ണിൽ ഒരു ആൺകുട്ടി ജനിച്ചു. അവന്റെ പേര് അഡോണിറാം ജഡ്സൺ. അഡോണിറാം ഭയങ്കര സ്മാർട്ടായിരുന്നു. അവൻ നന്നായി പഠിക്കുമായിരുന്നു. ആ യൂണിവേഴ്സിറ്റിയുടെ പേരായിരുന്നു ബ്രൗൺ യൂണിവേഴ്സിറ്റി. പക്ഷെ കാലങ്ങൾക്ക് ശേഷം അവൻ തീരുമാനിച്ചു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കത്തില്ല, ദൈവമില്ല, പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടുന്നത്? ഇതിന്റെ കാരണം അവനൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ ദൈവത്തിൽ വിശ്വസിക്കത്തില്ലായിരുന്നു. ഒരു രാത്രി ആ കൂട്ടുകാരൻ മരണപ്പെട്ടു. മരിച്ചപ്പോൾ അഡോണിറാം ഇങ്ങനെ ചിന്തിച്ചു, മരണത്തിന് ശേഷം ജീവിതമുണ്ടോ, സ്വർഗമുണ്ടോ? യേശുവിനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകുമല്ലോ. അങ്ങനെ സങ്കടപ്പെട്ട് അഡോണിറാം തീരുമാനിച്ചു, ഇന്ന് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പോവാ. അവൻ്റെ ബെഡിൻ്റെ സൈഡിൽ അവൻ മുട്ടുകുത്തി യേശുവിനോട് പ്രാർത്ഥിച്ചു, യേശുവേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ ഹൃദയത്തിൽ വരണേ, നിന്റെ മകനാക്കി തീർക്കണമേ. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം അവനെ സമാധാനത്താൽ നിറച്ചു. അഡോണിറാം വിവാഹം കഴിച്ചു. ഭാര്യയുടെ പേര് ആൻ ഹാസ്ലിൻ ജഡ്സൺ. അവർ രണ്ടുപേരും തീരുമാനിച്ചു, നമ്മൾ അറിഞ്ഞ യേശുവിനെ കുറിച്ച് അനേകരോട് പറയണമല്ലോ. അവർ വലിയൊരു കപ്പലിൽ കയറി അവര് ബർമയിലേക്ക് യാത്ര ചെയ്തു. ഇന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന മയന്മാർ. പക്ഷെ ഭാഷയൊന്നും അറിയത്തില്ല. ഇംഗ്ലീഷ് പോലല്ല ബർമീസ് ഭാഷ. അഡോണിറാമും ഭാര്യയും അങ്ങനെ ഭാഷയൊക്കെ പഠിച്ചു. ആദ്യം അവർ തീരുമാനിച്ചു, ഒരു ബർമീസ് ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതണം. ഇനി ബൈബിൾ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ബർമയിലെ മണ്ണിൽ ബർമീസ് ഭാഷയിൽ ബർമീസ് ആൾക്കാർക്ക് വേണ്ടി വായിക്കാൻ അവരുടെ തന്നെ സ്വന്തം ഭാഷയിൽ ഒരു ബൈബിൾ അവരുടെ കയ്യിൽ കൊടുക്കണം. അഡോണിറാം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഗ്രാമങ്ങൾ കയറി ഇറങ്ങി യേശുവിന്റെ സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു. ആരും യേശുവിൽ വിശ്വസിച്ചില്ല. ആ ദേശത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. കൽപ്പന ഇട്ടു, ആരെങ്കിലും നമ്മുടെ ദേശത്തെ അല്ലാത്ത ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആള് കൊല്ലപ്പെടും. ഇത് കേട്ട് ജനങ്ങളെല്ലാരും പേടിച്ച് അങ്ങനെ അഡോണിറാം തീരുമാനിച്ചു, ഞാൻ രാജാവിനെ പോയി കാണുക. അങ്ങനെ ബൈബിളിന്റെ ട്രാൻസ്ലേഷനും അതേപോലെ ഡിക്ഷണറിയും ഒക്കെ എടുത്തുകൊണ്ട് അഡോണിറാം രാജാവിനെ കാണാൻ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴോ രാജാവ് വളരെ ദേഷ്യപ്പെട്ട് അവരോട് അവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ദുഃഖിച്ച് അഡോണിറാം തിരിച്ചു വന്നു. അങ്ങനെ 6ാമത്തെ വർഷമായി ഒരു വ്യക്തി അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയണം, എനിക്കൊരു ക്രിസ്ത്യാനിയാവണം. അങ്ങനെ ആദ്യത്തെ ബാപ്റ്റിസം ബർമയുടെ മണ്ണിൽ നടന്നു. ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി. ഒരു ദിവസം കുറച്ച് സൈനികന്മാർ വന്നു. അവനെ പിടിച്ച് കെട്ടി ജയിലറയിൽ അടച്ചിട്ടു. അവിടെ ഭക്ഷണം ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. അഡോണിറാമിന്റെ ഭാര്യ ആൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവരോട് പറയുമായിരുന്നു, എന്റെ ഭർത്താവിനെ ഒന്നും വിട്ടയക്കണമേ, ആളൊന്നും ചെയ്തിട്ടില്ല. ആൻ പ്രാർത്ഥിച്ചു, ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ കുറച്ച് മാസത്തിന് ശേഷം അഡോണിറാം ജയിൽ മോചിതനായി. ബൈബിൾ ട്രാൻസ്ലേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. സങ്കടമെന്ന് പറഞ്ഞാൽ 6 കുഞ്ഞുങ്ങളും ഓരോന്നോരോന്നായി മരിച്ചു. ആനും മരണപ്പെട്ടു. പക്ഷെ അഡോണിറാം തീരുമാനമെടുത്തു, എന്തു വന്നാലും ഞാൻ ബർമ വിട്ടു പോത്തില്ല. അഡോണിറാമിന്റെ കഷ്ടപ്പാട് ദൈവം ഫലം കൊടുത്തു. അവിടെ അനേക സഭകൾ സ്ഥാപിച്ചു. അവിടെ അനേക വിശ്വാസികൾ വിശ്വാസത്തിലേക്ക് വന്നു. അതിനെല്ലാം കാരണം ഒരാൾ തീരുമാനിച്ചു, ഞാൻ എന്തു വന്നാലും ഞാൻ യേശുവിൻ്റെ വേല ചെയ്യും. ബൈബിൾ പ്രിന്റ് ചെയ്തു. അവിടുത്തെ ജനങ്ങൾക്ക് ബർമീസ് ഭാഷയിൽ, അവരുടെ തന്നെ ഭാഷയിൽ അവർക്ക് ബൈബിൾ ലഭിക്കാൻ ഇടവന്നു. കുഞ്ഞുങ്ങളെ, ദൈവത്തിൽ ആശ്രയിക്കുക. ചിലപ്പം മറുപടി വരാൻ 6 വർഷം എടുത്തേക്കാം, പക്ഷെ വരും നിശ്ചയം. നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരാണെങ്കിൽ ദൈവം നിങ്ങളെ വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കും. അഡോണിറാം ദൈവത്തിൽ വിശ്വസിക്കത്തില്ലായിരുന്നു. പക്ഷേ അവൻ്റെ ഹൃദയത്തിനോട് ദൈവം ഇടപെട്ടു. അവൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു. ദൈവം അവനെ ഉപയോഗിച്ചു. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഹൃദയം നിങ്ങൾ യേശുവിന് വേണ്ടി തുറക്കണം. നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു ഈ ലോകത്തിൽ വന്നു. 33.5 വർഷം ജീവിച്ചു, മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്നും ജീവിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ ഒന്ന് വിളിച്ചു നോക്കൂ.